അങ്ങനെ സിനിമാ നടനായതിനു ശേഷം ഞാൻ പല സ്ഥലങ്ങളിലും സമ്മാനദാനത്തിന് പോകാറുണ്ട്. കോളേജുകളിൽ പോകാറുണ്ട്, കലാസമിതികളിൽ പോകാറുണ്ട്, സ്കൂളുകളിൽ പോകാറുണ്ട്. അപ്പോഴൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനം കൊടുത്തു കഴിയുമ്പോൾ ആ കുട്ടികൾ ഈ സമ്മാനം കൊണ്ട് പോകുമ്പോൾ ഞാൻ പതുക്കെ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. കാരണം പണ്ട് എന്നിൽ നിന്നും പിടിച്ചു വാങ്ങിയതുപോലെ ഇവരിൽ നിന്നും ഈ സമ്മാനം ഭാരവാഹികൾ പിടിച്ചു വാങ്ങുന്നുണ്ടോ എന്ന്. എന്തായാലും അതൊന്നുമില്ല. എന്നാലും എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു കൊച്ചു കാര്യം, ഇന്ന് ശങ്കരാടി ചേട്ടൻ മൺമറഞ്ഞു പോയി. അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിരുന്നു. വളരെ കാലം അഭിനയിച്ചിരുന്നിട്ടും നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്ത അദ്ദേഹത്തിന് ഒരു പൊന്നാട ചാർത്തുന്ന ഒരു ചടങ്ങ്, അതായത് അദ്ദേഹത്തിന് പൊന്നാട ചാർത്തുന്ന ഒരു ചടങ്ങ് തൃശ്ശൂർ വെച്ചുണ്ടായി. അന്ന് അങ്ങനെ ആ തൃശ്ശൂർ ആ പൊന്നാട ചാർത്താൻ വേണ്ടി, അത് വാങ്ങാൻ വേണ്ടി ശങ്കരാടി ചേട്ടൻ അവിടെ എത്തി. അങ്ങനെ അവിടെ നിന്ന് അനൗൺസ് ചെയ്തു, ഇതാ ഇദ്ദേഹത്തിന് ശങ്കരാടി ചേട്ടനെ നമ്മുടെ MLA രാജേന്ദ്രൻ അദ്ദേഹം ഇതാ പൊന്നാട ചാർത്തുന്നു എന്ന് പറയുകയും ഇതിൻ്റെ ഭാരവാഹി അകത്തേക്ക് ഓടി, പൊന്നാട കാണാനില്ല. അങ്ങനെ ഓടി അവിടെ ഇവിടെയൊക്കെ പരതി. ശങ്കരാടി ചേട്ടനാണെങ്കിൽ പൊന്നാട കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഞാനും ആ സ്ഥലത്തുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുകുമാരി ചേച്ചി അവിടെയുണ്ട്. സുകുമാരി ചേച്ചിയുടെ സെറ്റുമുണ്ട് ഇതിൻ്റെ ഭാരവാഹി പിടിച്ചു വലിച്ച് എടുത്തുകൊണ്ടുപോയി ശങ്കരാടി ചേട്ടനെ ചാർത്തി. ശങ്കരാടി ചേട്ടൻ ആ പൊന്നാടയും കഴുത്തിലിട്ട് അകത്തേക്ക് വന്നപ്പോൾ സുകുമാരി ചേച്ചി പറഞ്ഞു, അതെ അതിങ്ങോട്ട് താ, എൻ്റെ മുണ്ട, എനിക്ക് ഇത് എടുത്തിട്ട് വേണം, ഇനി അടുത്ത് എന്നെയാണ് വിളിക്കുക, എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് ശങ്കരാടി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങി. അപ്പോഴും ഞാൻ എൻ്റെ പഴയ കപ്പിനെ പറ്റി ഓർത്തു. സ്കൂൾ വിട്ട് വരുമ്പോഴാണ്, ആ വരുന്ന വഴിക്ക് തന്നെ വലതുഭാഗത്താണ് നമ്മുടെ പഴയ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ്റെ വീട്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയൊന്നുമല്ല, എന്നിരുന്നാലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു നേതാവാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടും ഈ C. അച്യുതമേനോനെ പറ്റിയും EMSനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നതുകൊണ്ട് എനിക്ക് എന്തോ അവരോടൊരു ആദരവുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ പറയും, മിണ്ടരുത് കേട്ടോ, അത് C. അച്യുതമേനോനാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു വലിയ പറമ്പ്, ഒരു 10 അടി നടന്നാൽ മതി, ഒരു വലിയൊരു പറമ്പ്. ആ പറമ്പിൻ്റെ നടുവിൽ ഒരു ചെറിയ വീട്. അവിടെ പാറുകുട്ടിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിക്കാറ്. ആ സ്ത്രീക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എന്തായാലും അവർക്ക് ചെറുതായിട്ടൊരു ചെറിയ കുഴപ്പമുണ്ട്. അപ്പോൾ ആ ഒരു കുഴപ്പത്തിൽ ഞങ്ങളും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ആ ചെറിയ ഭ്രാന്തിനെ ഒരു മുഴുഭ്രാന്താക്കാറാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ള പതിവ്. ഇന്നസെന്റ്, നമ്മുടെ പാറുകുട്ടിയമ്മയുടെ വീടെത്താറായി. നമ്മുടെ കലാപരിപാടി തുടങ്ങണ്ടേ? എന്തിനാടാ ഈ പണി? അല്ലെങ്കിൽ അവർക്ക് ചെറിയ വട്ടുണ്ട്, ഇനി മുഴുഭ്രാന്താക്കണോ? അതൊന്നും സാരമില്ല, അവരാ വീട്ടിൽ ഒറ്റയ്ക്കാ. അപ്പൊ ഇത്തിരി ഭ്രാന്തൊക്കെ ഉള്ളത് നല്ലതാ. നീ കേട്ടിട്ടില്ലേ, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാ കാണാൻ നല്ല രസാ. അവരുടെ കയ്യിലിരിപ്പ് വെച്ച് നമ്മൾ ചെയ്യണ തെറ്റൊന്നും അല്ല. അല്ലെങ്കിൽ സ്വന്തക്കാരും നാട്ടുകാരും അവരെ ഒറ്റയ്ക്ക് വിട്ട് പോവില്ലല്ലോ. സ്വന്തക്കാര് പോയതൊന്നും ആയിരിക്കില്ല, തള്ളതെറി പറഞ്ഞ് ഓടിച്ചത് പോരെ. നമ്മൾ എന്തിനാ അവരുടെ ജാതകം നോക്കണേ? നമ്മൾ നമ്മുടെ പതിവ് വേല കാണിക്കുക. അല്ലെങ്കിൽ എനിക്ക് സമാധാനമായി പഠിക്കാൻ പറ്റില്ല സ്കൂളിലെത്തിയ. ഓ, എനിക്ക് മാഷന്മാരെ അടി കിട്ടിയാൽ പഠിക്കാൻ പറ്റില്ല. പക്ഷെ പാറുകുട്ടിയമ്മയുടെ ചീത്ത കേട്ടാൽ എനിക്ക് പഠിക്കാം. നമ്മൾ തമ്മിൽ എന്തിനാ ഒരു തർക്കം? നമ്മൾ സ്കൂളിൽ പോണതും തിരിച്ചു വരണതും പാറുക്കുട്ടിയമ്മ അറിയണം. പതിവ് തെറ്റിച്ച പാറുക്കുട്ടിയമ്മയ്ക്ക് വിഷമാവും. അതുപോലെ പാറുക്കുട്ടിയമ്മയുടെ തെറി കേട്ടില്ലെങ്കിൽ നമുക്കും. നിന്നെയൊന്നും അറിയില്ല എന്ന് ധരിക്കണ്ട. ആ തെക്കേ തല വറീദിന്റെ മോൻ ഇന്നസെന്റ്, വറീദിനാടാ ഭ്രാന്ത്. എടാ രാമചന്ദ്ര, ഈ തലതെറിച്ചവന്റെ കൂടെ നടന്നാ തെണ്ടേണ്ടി വരുമല്ലോ. ഈ രാമേന്ദ്രന്റെ കൂടെ നടന്ന ഞാനൊക്കെ ചീത്തയാത് പാറുക്കുട്ടിയമ്മേ. പോടാ തെമ്മാടികളെ, നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇനി ഇവിടെ വന്ന് വേഷം കെട്ടിയ നിന്റെയൊക്കെ വീട്ടിൽ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും വരെ വിളിക്കും. ഈ പാറക്കുട്ടിയെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. അറിയും ഞാൻ എല്ലാത്തിനും. തന്തയില്ലാത്തവന്മാര്. ഇവന്മാരുടെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കുവാ ഭ്രാന്ത്.